ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ രാവിലെ കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ടൊന്നുമല്ല, നമുക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്ദുമോന് മുട്ടക്കറി ഇഷ്ടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ മുട്ടക്കറി ആക്കലുണ്ട്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അടുപ്പത്ത് ചോറിട്ടിട്ടുണ്ട്, അതിപ്പം ഏകദേശം വേവാനായിട്ടുണ്ട്. കറികൾ ഉണ്ടാക്കിയത് കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കറി വെച്ചിട്ടുള്ളത്. കടച്ചക്ക ഇങ്ങനെ നമ്മൾ വറുത്തരച്ച് കറി വെക്കും, അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇത് തേങ്ങയില്ലാത്ത ഒരു ചമ്മന്തിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഒത്തിരി പാത്രങ്ങളും തേക്കാനുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കാൻ പോവാണ്. അപ്പം പാത്രം തേക്കൽ എനിക്ക് വലിയൊരു പണിയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനമാണ് ഞാൻ പാത്രം തേക്കാറുള്ളത്. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൈക്രോ ഫൈബറിൻ്റെ ടവൽ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ആക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ എല്ലാ ഏരിയയും ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു പണി അങ്ങ് കഴിയും. അപ്പം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയയും സ്റ്റൗ വെച്ചേക്കുന്ന ഏരിയയും ഒക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ 3 ജഗ്ഗുകൾ വെച്ചിട്ടുണ്ട്. ഒന്നിനകത്ത് നമ്മൾ തണുത്ത വെള്ളമാണ് എടുക്കുന്നത്, അതായത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് വെക്കുന്നത്. പിന്നെ ഒന്നിൽ നല്ല തിളച്ച വെള്ളം വെക്കും. പിന്നെ ഒന്നിൽ നമ്മൾ കട്ടൻ ചായയാണ് വെക്കുന്നത്. ഇങ്ങനെ 3 ഫ്ലാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നന്ദുമോൻ്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അയൺ ചെയ്ത് ഇവന് പോകാൻ വേണ്ടിയിട്ട് നേരമായിട്ടുണ്ട്. ഏകദേശം 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവർക്ക് വണ്ടി വരുന്നതാണ്. അപ്പോഴേക്കും പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ ഇനി കഴുകാൻ ബാക്കിയുണ്ട്. അപ്പം ഇവനെ വിട്ടതിന് ശേഷം കഴുകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് പെട്ടെന്ന് പോയിട്ട് ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കോളിൽ നിന്ന് പറഞ്ഞ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. അതൊഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അവിടെയും ഞാനൊരു മൈക്രോ ഫൈബറിൻ്റെ ടവൽ വെച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ 2 കുഞ്ഞ് ചെടി വെച്ചിട്ടുണ്ട്. ഒന്ന് ലക്കി ബാമ്പു ആണ്, പിന്നെ ഒന്ന് നമ്മുടെ മണി പ്ലാന്റ് ആണ്. അപ്പം അവിടെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. നന്ദുമോൻ ഇതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഇഡ്ഡലിയും മുട്ടക്കറിയും അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവനത് കഴിക്കുകയാണ്. നന്ദുമോൻ ഭക്ഷണം കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പം ആ വാഷ് ബേസിൻ ഏരിയയൊക്കെ ഞാനൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളും കൂടെ കഴുകി കഴിഞ്ഞാൽ ഏകദേശം പണികൾ അടുക്കളയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇതാ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. ഓരോന്നും അതിൻ്റേതായ സ്ഥലങ്ങളിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുമാതിരി എല്ലാ പണികളും കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നാറ്. എപ്പോഴും അതാണൊരു വലിയൊരു ജോലിയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രാവിലത്തെ പരിപാടികൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതാ നല്ല മഴയായിരുന്നു. അപ്പോൾ നന്ദുമോൻ പോകാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം നല്ല മഴയാണ്. മോനത സ്കൂളിലേക്ക് പോവാണ്. ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.